ഒരു മാസമായ കുട്ടിയുടെ വളർച്ചാഘട്ടങ്ങളും അതുപോലെ തന്നെ പാരൻറ്റിങ് ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ന്യൂ ബോൺ ബേബീസിൻ്റെ അമ്മമാർക്ക്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് അമ്മയായവർക്ക് ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. കാരണം കുട്ടി തന്നെ നോക്കുന്നുണ്ടോ, തന്നെ നോക്കി ചിരിക്കണത് എപ്പോഴാണ്, നന്നായി കുട്ടിക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, എന്തിനാണ് കുട്ടി എപ്പോഴും ഇങ്ങനെ സ്പിറ്റപ്പ് ചെയ്യുന്നത്, ഇത് ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ടോ, അങ്ങനെ പല സംശയങ്ങളും നിറഞ്ഞതായിരിക്കും ആദ്യത്തെ ഈ ഒരു മാസം എന്ന് പറയുന്നത്. ആദ്യത്തെ ഈ ഒരു മാസത്തിൽ കുട്ടിയെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കുട്ടിയെ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കുട്ടിയെ 2 മുതൽ 3 മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ പറയുമെങ്കിലും കുട്ടിയുടെ ആവശ്യാനുസരണം നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കേണ്ടതാണ്. ഇനി ഫീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒരു മാസമായ കുട്ടികളുടെ വായിലെ പേശികൾക്ക് മുലക്കണ്ണിന് ചുറ്റും കേന്ദ്രീകരിക്കാൻ തക്ക ശക്തിയുള്ളതായിരിക്കത്തില്ല. അതുകൊണ്ട് പാൽ കൊടുക്കാൻ നേരത്ത് കുട്ടി കറക്റ്റായിട്ട് ലാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അതായത് മുലക്കണ്ണും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള ഏരിയകളെയും കുട്ടിയുടെ വായിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ഇങ്ങനെ നോക്കിയില്ല എന്നാണെങ്കിൽ കുട്ടി പാൽ കുടിക്കാൻ നേരത്ത് ഗ്യാസ്, അതായത് എയർ ഉള്ളിൽ പോവുകയും അത് ഗ്യാസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അമ്മമാർക്കുണ്ടാകുന്ന സംശയമാണ് എപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ബ്രസ്റ്റ് മാറ്റി പാൽ കൊടുക്കേണ്ടതെന്ന്. അതായത് ഒരു ബ്രസ്റ്റിൽ നിന്ന് പാൽ കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ ബ്രസ്റ്റിൽ നിന്ന് പാൽ കൊടുക്കേണ്ടതെന്ന്. ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഒരു ബ്രസ്റ്റിലെ പാൽ കംപ്ലീറ്റ് തീർന്നതിന് ശേഷം മാത്രമേ അപ്പുറത്തതിൽ നിന്ന് കൊടുക്കാവുള്ളൂ. കാരണം ആദ്യം വരുന്ന പാൽ കട്ടി കുറഞ്ഞതും വെള്ളം പോലത്തെ ആയിരിക്കും. ഇത് കുട്ടിയുടെ ദാഹം അകറ്റാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ കട്ടി കൂടിയ പാൽ വരുന്നത് ആദ്യത്തെ പാൽ പൊയ്ക്കതിന് ശേഷമാണ്. ഇത് കുട്ടിയുടെ വിശപ്പ് അകറ്റാനും അതുപോലെ തന്നെ തൂക്കം കൂട്ടാനും സാധിക്കുന്നു. ഇനി അമ്മമാർക്കുണ്ടാകുന്ന സംശയമാണ് കുട്ടിയെ എങ്ങനെയാണ് ബർപ്പ് ചെയ്യേണ്ടതെന്ന്. ബർപ്പ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഗ്യാസ് പോയോ ഇല്ലയെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന്. ബർപ്പ് ചെയ്യേണ്ടത് നമ്മുടെ തോളത്ത് കുട്ടിയുടെ വയറമുങ്ങുന്ന രീതിയിൽ കിടത്തി കഴിഞ്ഞിട്ട് കുട്ടിയുടെ തല ഒരു സൈഡിലോട്ട് ചരിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് തട്ടിക്കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ബർപ്പ് ചെയ്യാൻ നേരത്ത് കുട്ടിയുടെ ഗ്യാസ് പോയോ ഇല്ലയെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ബർപ്പ് ചെയ്യുമ്പോൾ ഗ്യാസ് പോയില്ല എന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ കുട്ടിയെ കുറച്ച് നേരം കുത്തനെ പിടിക്കാവുന്നതാണ്. അതായത് തല ഉയർത്തി ഇങ്ങനെയാണ് ഈ പൊസിഷനിൽ തന്നെ ഒരു 5 മിനിറ്റ് കൂടി പിടിച്ചാൽ കുട്ടിയുടെ ഗ്യാസ് എന്തായാലും പോകുന്നതായിരിക്കും. ഇനി അമ്മമാർക്കുള്ളൊരു സംശയമാണ് കുട്ടി എന്താണ് ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നതെന്ന്. താൻ കഴിച്ച എന്തെങ്കിലും ആഹാരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ അതോ എന്തെങ്കിലും സ്മെല്ലടിച്ചിട്ടാണോ, എന്താണ് പ്രശ്നമെന്ന് നമുക്ക് എപ്പോഴും സംശയങ്ങളുണ്ടായിരിക്കും. എപ്പോഴാണ് ഡോക്ടറിനെ കാണിക്കേണ്ടതെന്ന്. എന്താണ് കുട്ടി ഇങ്ങനെ സ്പിറ്റപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുട്ടിയുടെ ദഹന വ്യവസ്ഥ കറക്റ്റായിട്ട് ഈ സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം കുട്ടി മിക്കപ്പോഴും സ്പിറ്റപ്പ് ചെയ്യുന്നത്. പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതെപ്പോഴാണ് ഡോക്ടറിനെ കാണിക്കേണ്ടതെന്ന് നോക്കാം. കുട്ടിയെ സ്പിറ്റപ്പ് ചെയ്യാൻ നേരത്ത് മഞ്ഞ കളറിൽ പാല് വരിക, മിക്കപ്പോഴും വരുന്നത് വെള്ള കളറിലെ പാലോ അല്ലെങ്കിൽ തൈര് പോലത്തെ സംഭവമായിരിക്കാം. തൈര് പോലത്തെ വരുന്നതെന്ന് വെച്ചാൽ കുട്ടി പാൽ കുടിച്ചതിന് ദഹിച്ച ശേഷം വരുന്നതാണ് ഈ തൈര് പോലത്തെ. അല്ലാണ്ട് മഞ്ഞ കളറിലോ ചുമന്ന കളറിലോ ഒക്കെ വന്നാൽ നമ്മൾ ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്പിറ്റപ്പും ഛർദിലും രണ്ടും രണ്ടാണ്. സ്പിറ്റപ്പ് ചെയ്യാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും വേദന ഉണ്ടായിരിക്കുന്നതല്ല. മറിച്ച് ഛർദിലാണെങ്കിൽ കുട്ടി കരയുകയും കുട്ടി തളർന്നിരിക്കുന്നതായി കാണാൻ സാധിക്കും. ഛർദിലാണെന്നാണെങ്കിൽ കുട്ടിയെ നമ്മൾ ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് കുട്ടിയുടെ ബോഡി വെയ്റ്റ് കുട്ടിയുടെ ബർത്ത് വെയ്റ്റിൽ നിന്ന് ഒരു 7% കുറഞ്ഞിട്ടുണ്ടാവും. ഇത് തികച്ചും നോർമലാണ്. ഒരു 10 ദിവസമൊക്കെ കഴിയാൻ നേരത്ത് ഇത് തന്നെ കൂടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു ദിവസം ഒരു 20 മുതൽ 30 ഗ്രാം വെച്ചായിരിക്കും കുട്ടിയുടെ വെയ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിൽ അമ്മ കുട്ടിയെ നന്നായി ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് വർദ്ധിപ്പിക്കാനും കുഞ്ഞിൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. മാത്രമല്ല ഈ ഒരു മാസത്തിൽ കുഞ്ഞിനെ നന്നായി ടർക്കിയിൽ പൊതിഞ്ഞ് കവർ ചെയ്ത് വേണം നമ്മൾ ഉറക്കാനും കുട്ടിയെ കൊണ്ടു നടക്കാനൊക്കെ ചെയ്യേണ്ടത്. ഇനി കുട്ടി ഒരു ദിവസം എത്ര തവണ മൂത്രമൊഴിക്കുമെന്നും മോശം പോകുമെന്നും നോക്കാം. സാധാരണ ഒരു കുട്ടി ഒരു ദിവസം 8 മുതൽ 12 തവണ വരെ യൂറിൻ പാസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു 5 വട്ടം മോഷനും പോകുന്നതാണ്. ഇത് തികച്ചും നോർമലാണ്. കുട്ടി ഓരോ തവണ മൂത്രമൊഴിക്കുമ്പോഴും നമ്മൾ ഡയപ്പറാണ് വെച്ചിട്ടെങ്കിൽ ഡയപ്പർ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അല്ല തുണിയാണ് വെച്ചെങ്കിൽ അതും മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ മാറ്റിയില്ല എന്നാണെങ്കിൽ കുട്ടിയുടെ സോഫ്റ്റായ സ്കിൻ പീൽ ചെയ്യാനോ അതോ ഇൻഫെക്ഷൻ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. ഇനി നമുക്ക് വേണമെന്നാണെങ്കിൽ ഓരോ തവണ ഡയപ്പർ മാറ്റുമ്പോഴും ഒരു ഡയപ്പർ ചേഞ്ചിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുട്ടിയെ എപ്പം മുതലാണ് കുളിപ്പിച്ചു തുടങ്ങേണ്ടതെന്ന് നോക്കാം. കുട്ടിയുടെ പൊക്കൽ കൊടി കൊഴിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടിയെ കുളിപ്പിച്ചു തുടങ്ങാവുന്നതാണ്. ഈ സമയത്ത് മിക്ക അമ്മമാരിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ് കുട്ടിയെ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന്.
തീർച്ചയായിട്ടും കുട്ടിയെ മസാജ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കലും കുട്ടിയുടെ പിരിയം നേരെയാവാനോ കണ്ണ് വലുതാവാനോ മൂക്ക് നീളാനോ ഒന്നുമല്ല. കുട്ടിയുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും കുട്ടിക്കൊരു ഉന്മേഷം ഉണ്ടാകാനും മാത്രമാണ്. മസാജ് ചെയ്യുമ്പോൾ വളരെ പതിയാണ് മസാജ് ചെയ്യേണ്ടത്, അല്ലാണ്ട് മുറുക്കെ കണ്ണും പിരിയനും വലുതാവാനൊന്നും അല്ല. കുട്ടിയെ കുളിപ്പിച്ചതിന് ശേഷം കുട്ടിയുടെ കഴുത്തിലെ മടക്കും കയ്യിലെ മടക്കൊക്കെ നന്നായിട്ട് തുണി കൊണ്ട് ഒപ്പി ഉണക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ ഈർപ്പടിഞ്ഞ് കുട്ടിയുടെ സ്കിന്ന് ഡാമേജ് ആവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഒരു മാസമായി കുട്ടിയെ ശ്രദ്ധിക്കേണ്ട പാരൻറ്റിംഗ് ടിപ്സ്. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.